നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ സ്കൈ സ്പോർട്സിലെ ഫുട്ബോൾ പണ്ഡിറ്റുകളാണ് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗറും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ ഗാരി നെവിലും. ഈ രണ്ട് താരങ്ങളോടും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഒരു 11 തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ജാമി കാരഗർ തന്റെ 11-ൽ സൂപ്പർ താരം ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗാരി നെവിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ഗാരി നെവിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് 11-ൽ ഇടം നേടാൻ ലയണൽ മെസ്സിക്ക് അർഹതയില്ല. കാരണം വേൾഡ് കപ്പ് നടന്നത് 2022-ലാണ്. കഴിഞ്ഞ വർഷം മെസ്സി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മെസ്സിയുടെ സ്ഥാനത്ത് വിനീഷ്യസിനെയാണ് ഉൾപ്പെടുത്തേണ്ടത്. കഴിഞ്ഞ വർഷം മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ഗാരി നെവിൽ കാരഗറോട് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുള്ള മറുപടി കാരഗർ നൽകിയത് ഇങ്ങനെയാണ്: മെസ്സിയെ ഞാൻ തിരഞ്ഞെടുത്തത് അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ ചില ഗോളുകളും പാസുകളും മികച്ചതായിരുന്നു, ഇൻക്രെഡിബിൾ ആയിരുന്നു. എന്താണ് കഴിഞ്ഞ സീസണിൽ വിനീഷ്യസ് ജൂനിയർ ചെയ്തത്? ഇതായിരുന്നു കാരഗർ ഗാരി നെവിലിനോട് ചോദിച്ചിരുന്നത്. നെവിലിന്റെ മറുപടി ഇങ്ങനെയാണ്: 44 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകളും 17 അസിസ്റ്റുകളും, ആകെ 35 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ വിനീഷ്യസ് ജൂനിയറിന് കഴിഞ്ഞ വർഷം സാധിച്ചു. ഇതാണ് ഗാരി നെവിൽ കാരഗർക്ക് മറുപടി ആയിക്കൊണ്ട് നൽകിയത്. അതിന്റെ മറുപടി കാരഗർ നൽകിയത് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിന് വേണ്ടിയാണത്. അതും ഒരു കോമഡി ലീഗിലാണ് വിനീഷ്യസ് ഇതൊക്കെ ചെയ്തത്. എന്തൊക്കെയാണ് റയൽ മാഡ്രിഡ് വിജയിച്ചത്? ലാലിഗ പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നു കാരഗറുടെ മറുപടി. ലാലിഗയെ ജോക്ക് ലീഗ് അഥവാ കോമഡി ആയ ഒരു ലീഗ് എന്ന് അദ്ദേഹം പരിഹസിച്ചത് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. കാരഗറിനെതിരെ ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറുടെ ഒരു പ്രകടനത്തെ, അദ്ദേഹത്തിന്റെ ആ ഒരു മികവിനെ തീർത്തും വില കുറച്ച് കാണുകയാണ് ഈ ഒരു ലിവർപൂൾ ഇതിഹാസം ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.